ഒരു വ്യക്തിയെ അള്ളാഹ് പരിചയപ്പെടുത്തുകയാണ്. ആ വ്യക്തി നബിയല്ല, റസൂലല്ല, പ്രവാചകനല്ല, റസൂലല്ല, ഒരു സാധാരണ മനുഷ്യനാണ്, ഒരു സാലിഹായ മനുഷ്യനാണ്, സ്വതന്ത്രൻ വരെ അല്ല. മഹാനായ ഇബ്നു ജരീർ തബരി റഹ്മത്തുള്ളാഹി അലൈഹി റിപ്പോർട്ട് ചെയ്യുന്നതായ റിപ്പോർട്ടുകളിൽ നിന്നിട്ട്, അതുപോലെ അവർക്ക് മുമ്പ് ഇബ്നു അബ്ബാസ് പറയുന്ന വാക്കിൽ നിന്നിട്ട്, അതുപോലെ തന്നെ സഈദ് ഇബ്നുൽ മുസയ്യിബ് റഹ്മത്തുള്ളാഹി അലൈഹിം ജമീഅൻ പറയുന്ന വാക്കിൽ നിന്നിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നത് അദ്ദേഹം സ്വതന്ത്രനെ അല്ല, അടിമയായ ഒരു വ്യക്തിയാണ്. പക്ഷെ അള്ളാഹു അദ്ദേഹത്തിന് മഹാപ്രാധാന്യം നൽകി. എത്രത്തോളം എത്രത്തോളം ഇറങ്ങിയതായ സൂക്തത്തിൽ ഒരു സൂക്തത്തിന്റെ പേര് തന്നെ അദ്ദേഹത്തിന്റെ പേരിലൂടെയാണ്. സൂറത്തു ലുഖ്മാൻ. എന്താണ് അദ്ദേഹത്തിന്റെ പ്രത്യേകത? അദ്ദേഹത്തിന്റെ കുട്ടിയെ ശിക്ഷണം നൽകിയതായ ശൈലി മുസ്ലിം ലോകത്തിന് ലോകാത്ഭുത ഗ്രന്ഥമായ ഖുർആനിലൂടെ അള്ളാഹു പഠിപ്പിക്കാൻ വേണ്ടി സെലക്ട് ചെയ്തത് ഒരു സാധാരണ മനുഷ്യൻ, നബിയല്ല, ഒരു ദൂതരല്ല, ഒരു മുർസലല്ല എന്ന് മാത്രമല്ല, സാധാരണ മനുഷ്യൻ തന്നെ, സ്വതന്ത്രനുമല്ല, അടിമയാണ്. അദ്ദേഹം അടിമയായിരുന്നു എന്നാണ്. കറുത്ത മനുഷ്യനാണ്, അടിമയുമാണ്, കറുത്ത അല്ലെങ്കിൽ നീഗ്രോ ആണ് എന്ന് നമ്മുടെ ഭാഷയിൽ പറയാം. അങ്ങനെയുള്ള ഒരു സാധാരണ വ്യക്തി. പക്ഷേ അദ്ദേഹം അള്ളാഹു ഇഷ്ടപ്പെട്ട വ്യക്തിയാണ്. അള്ളാഹുവിൻ്റെ നിഘണ്ടുവിൽ തോലിനൊരു വിലയുമില്ലല്ലോ, നിങ്ങൾക്കറിയാമല്ലോ. തോലിന് വിലയില്ല അള്ളാഹുവിൻ്റെ നിഘണ്ടുവിൽ. അള്ളാഹുവിൻ്റെ അടുക്കൽ ഇന്ന അക്രമക്കും ഇൻദല്ലാഹി അത്ഖാക്കും, നിങ്ങളിൽ മാന്യൻ നിങ്ങളുടെ കൂട്ടത്തിൽ അള്ളാഹുവിനെ സൂക്ഷിച്ച് അള്ളാഹുവിനെ ഭയപ്പെട്ട് ജീവിക്കുന്നവരാണ് നിങ്ങളിൽ അള്ളാഹുവിൻ്റെ അടുക്കൽ മാന്യൻ എന്നാണ് അള്ളാഹിൻ്റെ തീരുമാനം. അതുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ വ്യക്തിയെ സെലക്ട് ചെയ്തിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ ബഹുമാനിച്ച് ആദരിച്ച് പറയുന്ന ശൈലിയാണ്. വഇദ് ഖാല ലുഖ്മാനു ലിബ്നിഹി വഹുവ യഅദുഹു യാ ബുനയ്യ ലാ തുശ്രിക് ബില്ലാഹ് ഇന്നശ്ശിർക ലദുൽമുൻ അദീം. ലുഖ്മാൻ എന്ന വ്യക്തിത്വം സുബ്ഹാനല്ലാഹ് ഒരു സാധാരണ വ്യക്തിയല്ല, അസാധാരണ വ്യക്തിയാണ്. ഖുർആനല്ലേ നമ്മളോട് പുകഴ്ത്തി വാഴ്ത്തി പറയുന്നത്. ലുഖ്മാൻ എന്ന മഹാവ്യക്തിത്വം അദ്ദേഹത്തിൻ്റെ കുട്ടിയോട് ശിക്ഷണം നൽകുന്ന, വസിയത്ത് നൽകുന്ന, ഉപദേശം നൽകുന്ന സന്ദർഭത്തെ നിങ്ങൾ സ്മരിക്കണം, ഓർക്കണം, പഠിക്കണം, മനസ്സിലാക്കണം, ചിന്തിക്കണം. ലോക മുസ്ലിങ്ങളെ, മുഹമ്മദ് നബിയുടെ ഉമ്മത്തുകളെ, ഇത് എന്നാണ്. പഠിക്കണം, ഗ്രഹിക്കണം, മനസ്സിലാക്കണം, ഉൾക്കൊള്ളണം, പഠിക്കണം, വായിക്കണം. അതാണ് അതിൻ്റെ അർത്ഥം. ലുഖ്മാൻ എന്ന വ്യക്തി അടിമയായിരുന്നു. അദ്ദേഹത്തിൻ്റെ യജമാനൻ അദ്ദേഹത്തിനോട് പറഞ്ഞു, ബനൂ ഇസ്രായേലുകളിൽപ്പെട്ട ഒരു അടിമ എന്നാണ് അദ്ദേഹത്തെക്കുറിച്ച് പരിചയപ്പെടുത്തുന്നത് മുഫസ്സിറുകൾ. അദ്ദേഹത്തോട് അദ്ദേഹത്തിൻ്റെ സയ്യിദ്, അദ്ദേഹത്തിൻ്റെ മൗല ആവശ്യപ്പെട്ടു, ഒരാടർത്ത് കൊണ്ടുവരും. അങ്ങനെ ആടർത്ത് കൊണ്ടുവന്നു. മഹാനായ ഇബ്നു ജരീർ തബരി ഖാലിദ് റിബഈ എന്ന വ്യക്തിയെ തൊട്ട് റിപ്പോർട്ട് ചെയ്യുന്ന സംഭവമാണ് അദ്ദേഹത്തിൻ്റെ തഫ്സീറിൽ. ഇബ്നു ജരീർ റിപ്പോർട്ട് ചെയ്യുന്ന റിപ്പോർട്ടിൽ കാണുന്നു, മഹാനായ ലുഖ്മാൻ റളിയല്ലാഹു തആല അൻഹുവിനോട് അദ്ദേഹത്തിൻ്റെ സയ്യിദ് കൽപ്പിച്ചു ഒരാടർത്ത് കൊണ്ടുവരാൻ. എന്നിട്ട് ആടിൽ നിന്നിട്ട് 2 നല്ല രസമുള്ള നല്ല ഭാഗം മാംസത്തിൽ നിന്നിട്ട് മുറിച്ചു കൊണ്ടുവരാൻ വേണ്ടി പറഞ്ഞു. അപ്പോൾ അദ്ദേഹം നാവിനെയും ഹൃദയത്തെയും കൊണ്ടുവന്നു. പിന്നെ ഒരു പ്രാവശ്യം ആടർത്തപ്പോൾ പറഞ്ഞു 2 ഏറ്റവും വടക്ക് ഭാഗം ആ ആടിൻ്റെ മാംസങ്ങളിൽ നിന്നിട്ട് മുറിച്ചു കൊണ്ടുവരാൻ വേണ്ടി പറഞ്ഞു. അപ്പോഴും നാവും ഹൃദയവുമാണ് കൊണ്ടുവന്നത്. ചോദിച്ചു, ഞാൻ നിന്നോട് ആദ്യം പറഞ്ഞപ്പോൾ നീ ഇത് തന്നെയാണല്ലോ കൊണ്ടുവന്നത്. ഇപ്പോഴും ആദ്യം ചോദിച്ചത് നല്ലത് കൊണ്ടുവരാൻ, ഇപ്പോൾ ചോദിച്ചത് വടക്ക് കൊണ്ടുവരാൻ. അപ്പോൾ അദ്ദേഹം പറയുകയുണ്ടായി, ഒരു മനുഷ്യൻ്റെ ഹൃദയവും അദ്ദേഹത്തിൻ്റെ നാവും നന്നായി കഴിഞ്ഞാൽ പിന്നെ അതിനേക്കാളും നല്ല സാധനം ആ മനുഷ്യൻ്റെ ശരീരത്തിലില്ല. ഇത് രണ്ടും വടക്കായി കഴിഞ്ഞാൽ അതിനേക്കാളും വടക്ക് സാധനം മനുഷ്യൻ്റെ ശരീരത്തിലില്ല. അതുകൊണ്ടാണ് ആദ്യം കൊണ്ടുവന്നതും നിങ്ങളുടെ ചോദ്യത്തിന് മറുപടിയിൽ ഈ 2 സാധനം തന്നെ, രണ്ടാമത്തെ ചോദ്യത്തിനും ഈ 2 സാധനം തന്നെ കൊണ്ടുവരാൻ കാരണമെന്ന് പറഞ്ഞു എന്നാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹം പ്രശസ്തനായിരുന്നു. ലുഖ്മാനുൽ ഹക്കീം, ഹിക്മത്തിൻ്റെ ഉടമയാണ് അദ്ദേഹം, ഹക്കീമാണ് എന്ന്. അപ്പോൾ പറഞ്ഞു വരുന്നത്, ഈ മഹാനായ ലുഖ്മാൻ റളിയല്ലാഹു തആല അൻഹു ഉപദേശിച്ചതായ ഉപദേശം അള്ളാഹു ഖുർആനിൽ അത് ആ ആയത്തുകൾ ഉൾക്കൊള്ളുന്ന സൂറത്തിന് തന്നെ ലുഖ്മാൻ സൂറത്ത് എന്നാണ് പേര്. ആ ആയത്തുകളിലൂടെ നമുക്കെന്തിനാണ് പഠിപ്പിച്ചു തരുന്നത്? നമ്മുടെ ഇന്നത്തെ വിഷയമാകുന്ന കുട്ടികൾക്കുള്ളതായ ആ
തർബീയത്തിൻ്റെ ശൈലി, അതിൻ്റെ ശരിയായ ശൈലി, മാതൃകാപരമായ ശൈലി നമുക്കതിൽ നിന്നിട്ട് ഉൾക്കൊള്ളാൻ സാധിക്കും, നമുക്കതിൽ നിന്നിട്ട് പഠിക്കാൻ സാധിക്കും. നമുക്കിറങ്ങിയ ഖുർആനിൽ, നമുക്കിറങ്ങിയതായ സൂറത്തിൽ നമ്മുടെ നേതാവായ നബിയുന മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തന്നതായ ശൈലിയാണ് ലുഖ്മാൻ റളിയല്ലാഹു തആല അൻഹുവിൻ്റെ ഹിസ്റ്ററി സൂറത്ത് ലുഖ്മാനിലൂടെ. അള്ളാഹു പറയുന്നു, മഹാനായ ലുഖ്മാൻ കൽപ്പിച്ച സംഭവത്തെ നിങ്ങൾ ഓർക്കണം. ഇത് ഖാല ലുഖ്മാനു ലിബ്നിഹി വഹുവ യഅദുഹു യാ ബുനയ്യ ലാ തുശ്രിക് ബില്ലാഹ്. കുട്ടികൾക്ക് ചെറുപ്പത്തിലെ കുട്ടികൾക്ക് വിവേകം വന്നു കഴിഞ്ഞു, അവർ നല്ലതും വടക്കും മനസ്സിലാക്കുന്ന ആ സ്റ്റാൻഡേർഡിലേക്ക് എത്തിക്കഴിഞ്ഞു എന്ന് കണ്ടാൽ അവരോട് എന്ത് ചെയ്യണം? നല്ല നല്ല കാര്യങ്ങൾ പറയാൻ ആരംഭിക്കണം. അവർക്ക് പിന്നെ നിങ്ങൾ കേൾക്കാൻ പോകുന്നത് പോലെ അവർക്ക് നാം മാതൃകയുള്ള ആളായിട്ട് മാറണം. അതുകൊണ്ട് തന്നെ മഹാനായ ലുഖ്മാൻ ആ കുട്ടിയെ മുമ്പിലിരുത്തിയും കൊണ്ട് ഉപദേശിക്കുന്നു. കുട്ടിക്ക് പഠിപ്പിക്കേണ്ടതായ ശിക്ഷണം, ആ വസിയ്യത്ത്, ആ ഉപദേശങ്ങൾ നൽകുന്നു. ആ നൽകിയ രീതിയെക്കുറിച്ച് പറയുകയാണ്. മഹാനായ ലുഖ്മാൻ നൽകിയ രീതിയിൽ ആദ്യമായിട്ട് കുട്ടിയോട് ലാ തുശ്രിക് ബില്ലാഹ്, നീ അള്ളാഹുവിൻ്റെ കൂടെ ഈ കുട്ടി എന്ന് തന്നെ നാം മനസ്സിലാക്കണം. കുട്ടിപ്രായം, യാ ബുനയ്യ, എൻ്റെ കുഞ്ഞോമന മകനെ എന്നാണ് വിളിക്കുന്നത്. മനസ്സിലായില്ലേ? ചെറിയ കുട്ടിപ്രായമാണ്, വലിയ ബാല്യക്കാരനായിട്ടില്ല, ബാല്യപ്രായത്തിലേക്ക് എത്തിയിട്ടില്ല. അപ്പോൾ ആ സന്ദർഭത്തിൽ തന്നെ കുട്ടിക്ക് നൽകുന്ന ഉപദേശത്തിൽ വളരെ വൈറ്റുള്ള കാര്യമാണ് പറഞ്ഞു കൊടുക്കുന്നത്. വിശ്വാസപരമായ, ആദർശപരമായ കാര്യം. നീ അള്ളാഹുവിനല്ലാതെ ആരാധിക്കാൻ പാടില്ല, അള്ളാഹിൻ്റെ കൂടെ ആരെയും പങ്കുചേർക്കാൻ പാടില്ല, അള്ളാഹുവിൻ്റെ കഴിവുകൾക്ക് നീ പഠിക്കണം, മനസ്സിലാക്കണം, ഗ്രഹിക്കണം. എന്നിട്ട് ആരാധനയുടെ എല്ലാ ഇനങ്ങളും ആ അള്ളാഹുവിന് സമർപ്പിക്കണം. അതുകൊണ്ട് അള്ളാഹിൻ്റെ കൂടെ നീ ശിർക്ക് ചെയ്തു പോകരുത് കുട്ടി എന്ന്. ഇന്ന ശിർക ലദുൽമുൻ അദീം, ശിർക്ക് മഹാപാപമാണ് എന്ന്. അല്ലദീന ആമനു വലം യൽബിസു ഈമാനഹും ബിദുൽം എന്ന ആയത്തിറങ്ങിയ സന്ദർഭത്തിൽ ഒരു വിഭാഗം സത്യവിശ്വാസികൾ അവരുടെ ഈമാനിനോടൊപ്പം അവർ ദുൽമ കലർത്തിയിട്ടില്ലെങ്കിൽ ഉലൈക ലഹുമുൽ അംനു വഹും മുഹ്തദൂൻ, അവർക്കാണ് സുരക്ഷിതത്വം, അവരാണ് സന്മാർഗികൾ എന്ന് ഖുർആനിൽ ഒരായത്ത് ഇറങ്ങിയപ്പോൾ ഇബ്നു മസ്ഊദ് റിപ്പോർട്ട് ചെയ്യുകയാണ്. സംഭവം എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ബുഖാരിയിലാണ്. മഹാനായ ഇബ്നു മസ്ഊദ് റിപ്പോർട്ട് ചെയ്യുന്നു, ഈ ആയത്ത് ഇറങ്ങിയതായ വേളയിൽ സഹാബാക്കൾ ഞെട്ടി. നാം ആരാണ് ആക്രമിക്കാത്ത ആൾ? നാം ആരാണ് ദോഷം ചെയ്യാത്ത ആൾ? നാം ആരാണ് പാപം ചെയ്യാത്ത ആൾ? അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇവിടെ പറയുന്ന ദുൽമ് എന്ന പദം കൊണ്ട് ഉദ്ദേശിക്കുന്നത് സാധാരണ ദോഷങ്ങളല്ല, സാധാരണ പാപങ്ങളല്ല. അതുകൊണ്ട് നിങ്ങൾ ബേജാറാവേണ്ടതില്ല. പിന്നെയോ നിങ്ങൾ ഈ ആയത്ത് ഓതിയാൽ മതി, കൂട്ടിച്ചേർത്ത് പഠിച്ചാൽ മതി. ഏത് ആയത്ത്? ലുഖ്മാൻ അവരുടെ മകനോട് ഉപദേശിച്ച ആയത്ത് എന്താണ്? ഇന്ന ശിർക ലദുൽമുൻ അദീം, ശിർക്കാണ് മഹാപരാക്രമം. അപ്പോൾ ഈ ആയത്തിൽ, അഥവാ ഞാൻ നേരത്തെ നിങ്ങളെ കേൾപ്പിച്ച ആയത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നതായ ആ ദുൽമ് ഏതാണ്? അത് ശിർക്കാണ്. ഏറ്റവും വലിയ പാപം അത് ശിർക്കാണ്. അപ്പോൾ അല്ലദീന ആമനൂ വലം യൽബിസു ഈമാനഹും ബിദുൽം, ഒരു വിഭാഗം അവർ സത്യവിശ്വാസികളാവുകയും ആ സത്യവിശ്വാസത്തോടൊപ്പം അവർ അക്രമം കലർത്താതിരിക്കുകയും ചെയ്താൽ, അഥവാ ശിർക്ക് ചെയ്യാതിരുന്നാൽ, ഉലൈക ലഹുമുൽ അംനു, അവർക്കാണ് സുരക്ഷിതത്വം, വഹും മുഹ്തദൂൻ, അവരാണ് സന്മാർഗികൾ എന്നാണ് ആയത്തിന്റെ അർത്ഥമെന്ന് മനസ്സിലായി. അപ്പോൾ ഈ മഹാനായ ലുഖ്മാൻ ഹക്കീം റളിയല്ലാഹു തആല അൻഹു ഉപദേശിച്ച ഉപദേശത്തെക്കുറിച്ച് അള്ളാഹു അതിനിടക്ക് മാതാപിതാക്കൾക്ക് ചെയ്യേണ്ട അവകാശത്തെക്കുറിച്ചൊക്കെ പറയുന്ന നീണ്ട പട്ടികയാണ്. അത് കഴിഞ്ഞ ക്ലാസ്സുകളിൽ വിശദീകരിച്ച് പറഞ്ഞ ഭാഗമാണ്. അതിനുശേഷം അള്ളാഹു തുടരുകയാണ് അദ്ദേഹത്തിൻ്റെ ഉപദേശം. യാ ബുനയ്യ, ഏ കുഞ്ഞോമന മകനെ, ഇന്നഹാ ഇൻ തകു മിസ്ഖാല ഹബ്ബത്തിൻ മിൻ ഖർദലിൻ ഫതകുൻ ഫീ സഖറത്തിൻ ഔ ഫിസ് സമാവാതി ഔ ഫിൽ അർളി യഅതി ബിഹല്ലാഹ്. നമ്മൾ ആദ്യത്തെ ഉപദേശത്തിൽ തന്നെ നിൽക്കാം അല്പം. ആദ്യത്തെ ഉപദേശം റസൂലുള്ള ജീവിതത്തിൽ അവരുടെ ശിക്ഷണത്തിൽ പകർത്തിയ ശൈലി നമുക്ക് പലപ്പോഴും കേട്ട് പരിചയമുള്ളതാണ്. ചെറിയ കുട്ടിയോട് അവരുടെ പെരടിയിലേക്ക് കൈവച്ചുകൊണ്ട് 10-12 വയസ്സുള്ള കുട്ടിയോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ പദം എന്താണ്? ഇദാ സഅൽത ഫസ്അലില്ലാ, നീ വല്ലതും ചോദിക്കുകയാണെങ്കിൽ
നീ അള്ളാഹുവിനോട് മാത്രമായിരിക്കണം ചോദിക്കേണ്ടത്. നീ സഹായാർത്ഥനം നടത്തുകയാണെങ്കിൽ അള്ളാഹുവിനോടായിരിക്കണം നീ സഹായാർത്ഥനം നടത്തേണ്ടത്. അത്രയും ചെറിയ വയസ്സുള്ള കുട്ടിയോട് അങ്ങനെ നമുക്ക് പറയാൻ തോന്നുമോ ഇന്നത്തെ യുഗത്തിൽ? ഇല്ല. നാം ഇപ്പോൾ 15 വയസ്സ് വരെ കുട്ടിയോട് നിർബന്ധിപ്പിക്കാറില്ല നിസ്കരിക്കാൻ. ചെറുപ്പല്ലേ നിസ്കരിക്കുന്നവങ്ങൾ നിസ്കരിച്ചോട്ടെ പറയാ, എപ്പോഴെങ്കിലും പറയാന്നല്ലാതെ അതും അള്ള കൽപ്പിച്ച രൂപത്തിൽ പറയൂല. അള്ള കൽപ്പിച്ച രൂപം എന്താണ്? നീ കൽപ്പിക്കുകയും നീ അവൻ നിസ്കരിച്ചോ ഇല്ലേ എന്ന് ശരിക്ക് പരീക്ഷിച്ച് പരിശോധിച്ച് അതിന് ക്ഷമ കൈകൊള്ളുകയും വേണമെന്ന കൽപ്പനയുണ്ട്. അതൊന്നും നാം കൂട്ടാക്കാറില്ല, ഭൂരിപക്ഷം കൂട്ടാക്കാറില്ല. അതാണ് യാഥാർത്ഥ്യം. പക്ഷെ അങ്ങനെയല്ല ഇസ്ലാം പഠിപ്പിച്ചത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്കൊക്കെ തോന്നുന്നത് വലിയ വെയിറ്റുള്ള ലോകം മുഴുവനും നിനക്കൊരു നന്മ ചെയ്യാൻ ഉദ്ദേശിച്ചാൽ ആ നന്മ വേണ്ട എന്നാണ് അള്ളാഹ് തീരുമാനിച്ചതെങ്കിൽ നിനക്ക് അള്ളാഹ് തീരുമാനിച്ച തീരുമാനമല്ലാതെ മനുഷ്യന്മാർ തീരുമാനിച്ച തീരുമാനം ഇവിടെ നടക്കുക തന്നെ ഇല്ല. അള്ളാഹ് തീരുമാനിച്ചത് നിനക്ക് നന്മയാണ്. പക്ഷേ ജനങ്ങൾ അതല്ലാണ്, അത് വേണ്ടാൻ തീരുമാനിച്ചാൽ അത് നടക്കുക തന്നെ ഇല്ല. ഈ കെട്ടുറപ്പുള്ള വിശ്വാസം അത്രയും ചെറിയ കുട്ടിക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചെറുപ്പത്തിലേ ഇട്ട് കൊടുക്കുകയാണ്. സുബ്ഹാനല്ലാഹ്. അതുപോലെ തന്നെ ലോകം മുഴുവനും നിനക്കൊരു തിന്മ ചെയ്യാൻ വിചാരിച്ചാൽ അള്ളാഹുവിന്റെ തീരുമാനം ആ തിന്മ നിനക്ക് വരരുത് എന്നാണ് എങ്കിൽ ആ തിന്മ നിനക്ക് തട്ടുക തന്നെ ഇല്ല, ലോകം മുഴുവനും ഉദ്ദേശിച്ചാലും ശരി എന്ന് റസൂല് ആ കുട്ടിയോട് കുട്ടിപ്രായത്തിൽ ഇബ്നു അബ്ബാസ് ആണല്ലേ, ഇബ്നു അബ്ബാസിനോട് റളിയല്ലാഹു തആല അൻഹുവിനോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 10-12 വയസ്സുള്ള കുട്ടിയോട് പറയാൻ. നാമൊക്കെ 12 വയസ്സുള്ള കുട്ടിയോട് അത്തരം ഉപദേശങ്ങൾ പറയുമോ? പറയാറുണ്ടോ? പറയാൻ നമുക്ക് ചങ്കൂറ്റം ഉണ്ടാവുമോ? അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ബുനയ്യ എന്ന പദപ്രയോഗം നടത്തിയും കൊണ്ട് ലുഖ്മാൻ മുമ്പിലിരുന്നു. അപ്പോൾ വീട്ടിൽ ക്ലാസ് നടന്നു. വീട്ടിൽ കുട്ടിയുടെ മുമ്പിൽ ക്ലാസ് നടത്തി കൊടുത്തു. വാപ്പ കുട്ടിക്ക് ക്ലാസ് നടത്തി. അപ്പോൾ ക്ലാസ്സിൽ ഉപദേശിച്ച ആദ്യത്തെ ഭാഗം എന്താണ്? ആദ്യത്തെ മാറ്റർ എന്താണ്? ലാ തുശ്രിക് ബില്ലാഹ്, നീ അല്ലാഹുവിന്റെ കൂടെ ആരെയും പങ്കു ചേർക്കാൻ പാടുള്ളതല്ല. എന്തേ? ഇന്ന ശിർക, നീ അല്ലാഹു അല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കുക. അല്ലാഹു അല്ലാത്ത ശക്തികളെ, വ്യക്തികളെ, വസ്തുക്കളെ, ഔലിയാക്കന്മാരെ, സാലിഹ്യങ്ങളെ, മുർസലുകളെ, ജിന്നുകളെ, മലക്കുകളെ, ആരായിരുന്നാലും വിരോധമില്ല. ബിംബങ്ങളെ, എന്തിനായിരുന്നാലും വിരോധമില്ല. അവകളോട് നീ പ്രാർത്ഥിക്കുക. അവകൾക്ക് നീ അള്ളാഹ്ക്ക് നൽകേണ്ട അവകാശമാകുന്ന ആരാധനയുടെ വല്ല ഇനവും നൽകുക. അത് മഹാപരാക്രമമാണ്. അതിനേക്കാളും വലിയ പരാക്രമം വേറെ ഇല്ല കുട്ടി എന്നാണ് മഹാനായ ലുഖ്മാൻ റളിയല്ലാഹു തആല അൻഹു അദ്ദേഹത്തിൻ്റെ മകനോട് പഠിപ്പിച്ചത് എന്ന ആ ഭാഗമാണ് അള്ളാഹ് നമുക്ക് പഠിപ്പിച്ചു തരുന്നത് ഖുർആനിലൂടെ. നാമും അത് നമ്മുടെ ജീവിതത്തിൽ ഫിറ്റാക്കാൻ പകർത്താൻ വേണ്ടി തന്നെ. എന്നിട്ട് മഹാനായ ലുഖ്മാൻ തുടരുന്നു, യാ ബുനയ്യേ, കുട്ടി, കുഞ്ഞോമന മകനെ, ഇന്നഹാ, യഥാർത്ഥത്തിൽ പാപത്തിന്റെ സ്ഥിതി, ഇൻ തകു മിസ്ഖാല ഹബ്ബത്തിൻ മിൻ ഖർദലിൻ ഫതകും ഫീ സഖറത്തിൻ ഔ ഫിസ് സമാവാതി ഔ ഫിൽ അർളി യഅതി ബിഹല്ലാഹ്. നീ ചെയ്യുന്ന എന്താവട്ടെ, പാപമാവട്ടെ, ദോഷമാവട്ടെ, മദ്ലമാവത്താവട്ടെ, അല്ല നന്മയാവട്ടെ, അത് ഇൻ തകു മിസ്ഖാല ഹബ്ബത്തിൻ മിൻ ഖർദൽ, ഒരു കടുവിൻ്റെ അത്രയാണ് നീ ചെയ്യുന്നതെങ്കിൽ, കടു എത്ര വളരെ ചെറിയ സാധനമാണല്ലോ, കടുവിൻ്റെ അത്രയുള്ളതാണ് നീ ചെയ്യുന്നത്. അത് ഭൂമിയിലോ ആകാശത്തിലോ ഭൂമിയിലുള്ളതായ പർവ്വതത്തിൻ്റെ പാറയുടെ അകത്തിൻ്റെ ഇരുളിനകത്തോ ആണെങ്കിൽ, നീ എവിടെ വെച്ചിട്ട് ചെയ്യുകയാണെങ്കിൽ, ഏത് സ്ഥലത്ത് വെച്ചിട്ട് ചെയ്യുകയാണെങ്കിൽ, ആരും കാണാതെ ചെയ്യുകയാണെങ്കിൽ, അതിനെ അള്ളാഹു കൊണ്ടുവരിക തന്നെ ചെയ്യും. ആ കുട്ടിയോട് പറയുകയാണ്, നീ എന്ത് തെറ്റ് ചെയ്താൽ, നീ എന്ത് പാപം ചെയ്താൽ, നീ എന്ത് അമൽ ചെയ്താൽ, അത് എത്ര അവ്യക്തമായിട്ടാണ് ചെയ്യുന്നതെങ്കിൽ അതിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല കൊണ്ടുവരിക തന്നെ ചെയ്യും. അല്ലാഹ് സൂക്ഷ്മജ്ഞാനിയാണ്, അല്ലാഹ് സർവജ്ഞാനിയായ സൂക്ഷ്മജ്ഞാനിയായ റബ്ബിന് അത് കൃതകൃത്യമായിട്ട് കൊണ്ടുവരാൻ സാധിക്കുക തന്നെ ചെയ്യുമെന്ന ബോധം കുട്ടിയിൽ ചെറുപ്പത്തിലേ ഉണ്ടാക്കി കൊടുക്കുകയാണ് മഹാനായ ലുഖ്മാൻ എന്ന് റബ്ബുൽ ഇസ്സത്തി ജല്ല ജലാലുഹു നമുക്ക് പഠിപ്പിക്കുന്നു. അതുപോലെ തന്നെ യാ ബുനയ്യ, കുഞ്ഞോമന മകനെ, കഴിഞ്ഞ ക്ലാസ്സിൽ നാം പറഞ്ഞ വിഷയം അഖ്മിസ്സലാ, നീ നമസ്കരിക്കണം, കൃത്യമായി നമസ്കരിക്കണം. ഇഖാമത്താണ്, കൂട്ടമായിട്ട് ജമാഅത്തോടു കൂടി നമസ്കരിക്കുന്നതിനാണ് ഇഖാമത്ത് എന്ന പദപ്രയോഗം ഉപയോഗിക്കുക. മനസ്സിലായില്ലേ? ഉഖീമ ഹഫ്ലുൻ ഫീ മക്കാനിൻ എന്ന് പറയപ്പെട്ടാൽ ഒരു സമ്മേളനം ഇന്ന സ്ഥലത്ത് വെച്ചിട്ട് ഉഖീമ സ്ഥാപിക്കപ്പെട്ടു അല്ലെങ്കിൽ ഉണ്ടായി എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഒരാളാണെങ്കിൽ സമ്മേളനം എന്ന് പറയില്ലല്ലോ. ഒരു സ്ഥലത്ത് സമ്മേളിച്ച് കൂടുന്നതിനാണ് ഉഖീമ ഹഫ്ലുൻ ഫീ മക്കാനി ഫുലാൻ.
ഇഖാമ എന്ന പദപ്രയോഗം നടത്തുമ്പോൾ തന്നെ ഒരാളെ കൊണ്ട് സാധിക്കുകയില്ല എന്ന് നമുക്ക് അതിൽ നിന്നിട്ട് മനസ്സിലാക്കാം. അതുകൊണ്ടാണ് ഖദ് ഖാമത്തിസ് സലാ, ഖദ് ഖാമത്തിസ് സലാ, നമസ്കാരം ഇവിടെ നിലനിർത്തപ്പെട്ടു ജമാഅത്തോടുകൂടി, അതുകൊണ്ട് നിങ്ങൾ ജമാഅത്തായിട്ട് നമസ്കരിക്കാൻ വരൂ എന്ന് പറയുന്നതായ ആ രണ്ടാമത്തെ വിളിയിലും വരാൻ കാരണം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇഖാമത്ത് എന്ന പദം ഉപയോഗിച്ച് ഖുർആനിൽ ആയത്ത് 60-ൽ പരം പ്രാവശ്യം കാണാം. 60-ൽ പരം പ്രാവശ്യം ഖുർആനിൽ ഇഖാമത്ത് എന്ന പദം ഉപയോഗിച്ചുകൊണ്ട്, അഖാമ, ഉഖീമ, അഖീമു എന്ന പദം ഉപയോഗിച്ചുകൊണ്ട് അള്ളാഹു ചർച്ച ചെയ്യുന്നതായിട്ട് കാണാം. നിസ്കാരത്തെക്കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ ബഹുഭൂരിഭാഗവും അള്ളാഹു ഉപയോഗിച്ച ശൈലി അത് ജമാഅത്തായിട്ടായിരിക്കണം എന്ന സൂചന നൽകിക്കൊണ്ടാണ് എന്നർത്ഥം. മഹാനായ ലുഖ്മാൻ പറയുന്നു, ഈ കുട്ടി, യാ ബുനയ്യ അഖിമിസ് സലാ, നീ നമസ്കാരം നിലനിർത്തുക. കഴിഞ്ഞ ക്ലാസ്സിൽ നാം പഠിച്ചല്ലോ, നിങ്ങൾ ഓർക്കുന്നുണ്ടായിരിക്കും. കഴിഞ്ഞ ക്ലാസ്സിൽ കുടുംബജീവിതത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ നാം പറഞ്ഞു, കുട്ടികളോട് ചെറുപ്പത്തിലേ അവൻ എത്ര വയസ്സാകുമ്പോൾ പറയാൻ തുടങ്ങണം? 7 വയസ്സാകുമ്പോൾ പറയാൻ തുടങ്ങണം. 10 വയസ്സാകുമ്പോഴോ നിസ്കരിച്ചില്ലെങ്കിൽ അടിക്കണം. അപ്പോൾ 7-ന്റെയും 10-ന്റെയും ഇടയിലുള്ളതായ ദിവസങ്ങളെ, ആ ദിവസങ്ങളിലെ നമസ്കാരങ്ങളെ കണക്ക് കൂട്ടിയിട്ട് ഞാൻ എത്ര പറഞ്ഞു? 5400 പ്രാവശ്യം കുട്ടിയോട് പറയേണ്ടി വരും 3 വർഷത്തിലൂടെ. എന്ത്? പോടോ നമസ്കരിക്കണോ? ഓരോ നിസ്കാരത്തിലും പറയണല്ലോ. അള്ളാന്റെ കൽപ്പനയല്ലേ, ഓമുർ അഹ്ലക ബിസ്സലാത്തി വസ്തബിർ അലൈഹാ. മനസ്സിലായില്ലേ? അത് അള്ളാന്റെ കൽപ്പന. റസൂലുള്ളാഹിന്റെ കൽപ്പനയോ, ഒരു കുട്ടിക്ക് 7 വയസ്സായി കഴിഞ്ഞാൽ ആ കുട്ടിയോട് നിസ്കരിക്കാൻ കൽപ്പിക്കണം. 10 വയസ്സായി കഴിഞ്ഞാൽ ആ കുട്ടി നമസ്കരിച്ചിട്ടില്ലെങ്കിൽ അടിക്കണം എന്ന് മാത്രമല്ല, ഫർരിഖൂ ബൈനഹും ഫിൽ മദാജിഇ, ആ കുട്ടികളുടെ ഇടയിൽ 10 വയസ്സായി കഴിഞ്ഞാൽ ആണാവട്ടെ പെണ്ണാവട്ടെ ഒന്നിച്ച് കിടക്കാൻ സമ്മതിക്കരുത്. ഒന്നിച്ചൊരു വിരിപ്പിൽ അവരെ കിടക്കാൻ സമ്മതിക്കരുത്. അത് സ്വഭാവപരമായിട്ട് അഖ്ലാഖി മര്യാദ, ചെറുപ്പത്തിലെ ഇസ്ലാം പഠിപ്പിക്കുന്ന ശിക്ഷണം നൽകുന്ന ഒരു ഭാഗവും കൂടിയാണ് അത്. യാ ബുനയ്യ അഖിമിസ് സലാ വഅ്മുർ ബിൽ മഅറൂഫ്. നോക്കൂ, ചെറുപ്പത്തിൽ കുട്ടിക്ക് പഠിപ്പിക്കുന്ന ഉപദേശത്തിൽപ്പെട്ടതാണ് ഉമുർ ബിൽ മഅറൂഫ്, നന്മ നീ ജനങ്ങളോട് ഉപദേശിക്കണം. വൻഹ അനിൽ മുൻകർ, തിന്മ ജനങ്ങളെ തൊട്ട് വിരോധിക്കണം. വസ്ബിർ അലാ മാ അസാബക്, ഇത് ചെയ്യുമ്പോൾ നല്ലൊരു മെയിൻ ഡ്യൂട്ടിയാണത്. ആ ഡ്യൂട്ടി ചെയ്യുമ്പോൾ ചിലപ്പോൾ ആക്ഷേപം കിട്ടും, ശകാരം കിട്ടും, അതുപോലെ തന്നെ ക്ഷമ കൈകൊള്ളേണ്ടി വരും. അപ്പോൾ എന്ത് വേണ്ടി വരും? ക്ഷമിക്കണം എന്ന കൽപ്പന വരണം. അതുകൊണ്ട് കുട്ടിയോട് പറയാണ്, വസ്ബിർ അലാ മാ അസാബക, ഈ നീ ചെയ്യുന്നതായ സതുപദേശം, നന്മ ഉപദേശിക്കുക, തിന്മ വിരോധിക്കുക എന്ന ഡ്യൂട്ടി നീ ചെയ്യുന്ന സന്ദർഭത്തിൽ നിനക്ക് അനുഭവിക്കേണ്ടി വരുന്നതായ പ്രയാസത്തെ നീ ശപിക്കുകയും വേണം. വസ്ബിർ അലാ മാ അസാബക ഇന്ന ദാലിക മിൻ അസ്മിൽ ഉമൂർ. സാധാരണ ഡ്യൂട്ടി അല്ലാതെ അത് ഉലുൽ അസ്മിൽപ്പെട്ട ആ കരുത്തുറ്റതായ മഹാത്മാക്കൾ, നബിമാർ, ഉലുൽ അസ്മിൽപ്പെട്ടതായ അസ്മിന്റെ ഉടമകൾ ചെയ്യുന്നതായ ഡ്യൂട്ടിയിൽപ്പെട്ടതാണത്. അസ്മുൽ ഉമൂർ, കരുത്തുള്ളവർക്ക് മാത്രമേ അത് ചെയ്യാൻ പറ്റുകയുള്ളൂ. എല്ലാവർക്കും ആ ഡ്യൂട്ടി നിർവഹിക്കാൻ സാധിക്കുന്നതല്ല എന്ന് പറയും പോലെ, ഇതിപ്പോൾ അള്ളാഹ്ക്ക് നൽകേണ്ടതായ അവകാശങ്ങളാണ് ഇതുവരെ പറഞ്ഞത്. അള്ളാഹ്ക്ക് നൽകേണ്ടതായ അവകാശങ്ങളാണ് ഇതുവരെ പറഞ്ഞത്. അതുപോലെ ജനങ്ങളോടുള്ള പെരുമാറ്റവും അവിടെ ഉപദേശത്തിൽപ്പെടുന്നു. ഉപദേശത്തിൽ മഹാനായ ലുഖ്മാൻ റളിയല്ലാഹു തആല അൻഹു കുട്ടിയോട് ഉപദേശിക്കുന്ന ഉപദേശത്തിൽ ജനങ്ങളോട് എങ്ങനെ പെരുമാറണം? വലാ തുസഇർ ഖദ്ദക ലിന്നാസ്, നീ ജനങ്ങളുടെ മുമ്പിൽ അഹങ്കാരം കാട്ടരുത്. നിന്റെ ഖദ്ദിനെ, നിന്റെ കവിളിത്തടത്തെ ചുളിക്കരുത് അവരുടെ മുമ്പിൽ. നിസ്സാര രൂപത്തിൽ ആരെയും നീ വീക്ഷിക്കരുത്. ജനങ്ങൾ ആദരിക്കണം, ജനങ്ങളെ ബഹുമാനിക്കണം. അവരെ ഏത് രൂപത്തിൽപ്പെട്ട ആളായിരുന്നാലും, ഏത് ജിൻസിയയിൽപ്പെട്ട ആളായിരുന്നാലും, ഏത് നാഷണാലിറ്റിക്കാരനായിരുന്നാലും ഒരാൾ മറ്റാളെ തരം താഴ്ത്താൻ പാടുള്ളതല്ല, ഒരാൾ മറ്റാളെ ആക്ഷേപിക്കാൻ പാടുള്ളതല്ല, അവരെ തരം താഴ്ത്താൻ പാടുള്ളതല്ല, അവനോട് അവൻ്റെ മുമ്പിൽ അഹങ്കരിക്കാൻ പാടുള്ളതല്ല. ഈ കിബിർ എന്ന് പറഞ്ഞാൽ അത് മഹാപാപമാണ്. ഒരാളിൽ കിബിറുണ്ടായിക്കഴിഞ്ഞാൽ അവൻ സ്വർഗത്തിലേക്ക് എത്താൻ സാധിക്കുകയില്ല എന്ന് ഹദീസിൽ ശൈലിയുണ്ട്. കിബിർ എന്ന് പറഞ്ഞാൽ എന്താണ്? ബത്റുൽ ഹഖി വഗമത്തുൻ നാസ്. എന്താ ഇതിന്റെ അർത്ഥം? സത്യം ഉൾക്കൊള്ളാതെ സത്യം തള്ളുക. സത്യം വേണ്ട, ഞാൻ പിടിച്ച മുയലിന് 3 കൊമ്പ്, അത് മതി, വേറെ ആരും എന്തും പറഞ്ഞിട്ട് പ്രയോജനമില്ല. എൻ്റെ ഉമ്മയും വാപ്പിയും വലിയാപ്പയൊക്കെ ചെയ്തതല്ലാതെ ഞാൻ ചെയ്യൂല, നിങ്ങൾ പറയുന്നത് എനിക്ക് കേൾക്കേണ്ട ആവശ്യമില്ല, അത് ഹക്കാണെങ്കിലും വിരോധമില്ല, ഹക്കൊന്നും എനിക്ക് ഞാൻ അംഗീകരിക്കാൻ തയ്യാറില്ല. അതുപോലെ തന്നെ ഗമത്തുന്നാസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ജനങ്ങളെ നിസ്സാര രൂപത്തിൽ, അവഗണന രൂപത്തിൽ ജനങ്ങളെ കാണുക.
ജനങ്ങളെ കാണുമ്പോൾ, ഒരു വ്യക്തിയെ കാണുമ്പോൾ ഇന്ന് നാഷണാലിറ്റിക്കാരനോ, അവനാരാണ്, അല്ലെങ്കിൽ എന്നിലേക്ക് ചേർത്ത് വിട്ട് അവനാരാണ്, ഞാനൊക്കെ വലിയ കാശുള്ളവനല്ലേ, ഞാൻ വലിയ പണക്കാരനല്ലേ, ബിസിനസ്സുകാരനല്ലേ, പെരുമയുള്ള ആളല്ലേ, അവനാരാണ് എൻ്റെ മുമ്പിൽ എന്നൊക്കെ ഒരു മറ്റുള്ളവരെ താഴ്ത്തി കാണുക. അതാണ് വലാ തുസഇർ ഖദ്ദക ലിന്നാസ്. ചെറിയ കുട്ടിയുടെ മുമ്പിൽ ഉപദേശിക്കുന്ന ഉപദേശമാണ്. അല്ലയോ മകനേ, കുഞ്ഞോമന മകനേ, ലാ തുസഇർ ഖദ്ദക ലിന്നാസ്, ജനങ്ങളുടെ മുമ്പിൽ നിന്റെ കവളത്തടം ചുളിഞ്ഞു പോകരുത്. എപ്പോഴും അഹങ്കാരമില്ലാത്ത രൂപത്തിൽ നല്ല സന്മനസ്സോടെ, നല്ല ഹൃദയ പ്രസന്നതയോടെ, നല്ല പുഞ്ചിരിയുള്ള മുഖത്തോടു കൂടിയായിരിക്കണം നീ ജനങ്ങളെ സ്വീകരിക്കേണ്ടത് എന്നർത്ഥം. അങ്ങനെയാണ് നബിയുനാ മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, വതബസ്സുമുക ഫീ വജ്ഹി അഖീക സദഖ, നിന്റെ സഹോദരന്റെ മുഖത്ത് നീ പുഞ്ചിരി തൂങ്ങൽ അത് ധർമ്മമാണ് എന്നാണ് നമ്മുടെ കണ്ണിലുണ്ണിയായ നബിയുനാ മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. ആ ശൈലിയാണ് മഹാനായ ലുഖ്മാൻ റസൂലുള്ളാഹിന്റെ മുമ്പിൽ, നമ്മുടെ കാലഘട്ടത്തിന് മുമ്പിൽ, എത്രയോ ആയിരങ്ങൾക്ക് കൊല്ലങ്ങൾക്ക് മുമ്പ് ജീവിച്ച ഒരു വ്യക്തിയെ കുറിച്ചാണ് ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ലുഖ്മാനെ പരിചയപ്പെടുത്തുന്നത്. ലുഖ്മാൻ ഉപദേശിച്ച ഉപദേശം, വലാ തുസഇർ ഖദ്ദക ലിന്നാസി വലാ തംശി ഫിൽ അർദി മർഹാ, നീ ഭൂമിയിൽ നടക്കുമ്പോൾ അഹങ്കാരിയായി നടക്കാൻ പാടുള്ളതല്ല. ഭൂമിയിൽ വിനയത്തോടു കൂടിയുള്ള നടത്തം, നെഞ്ചും പൊക്കി ഞങ്ങളുടെ മുമ്പിൽ അഹങ്കാരിയായി നടക്കുന്ന നടത്തത്തിൻ്റെ പേരാണ് മറഹൻ. ആ മറഹായിട്ട് ആ രൂപത്തിലുള്ളതായ അഹങ്കാരിയുടെ നടത്തം നീ നടക്കരുത്. വലാ തംശി ഫിൽ അർളി മറഹ ഇന്നല്ലാഹ ലാ യുഹിബ്ബു കുല്ല മുഖ്താലിൻ ഫഖൂർ, അഹങ്കാരികളെ അള്ളാഹു ഒരിക്കലും ഇഷ്ടപ്പെടുന്നതല്ല. അതുകൊണ്ട് കുഞ്ഞോമന മകനെ, നീ അള്ളാഹു ഇഷ്ടപ്പെടുന്ന ആളായി മാറാൻ വേണ്ടി നീ ആദ്യം പറഞ്ഞതുപോലെ ജനങ്ങളോടുള്ള സമീപനത്തിലും പെരുമാറ്റത്തിലും പ്രസന്നതയുള്ളതായ ഹൃദയത്തോടെ, നല്ല പുഞ്ചിരിയുള്ള മുഖത്തോടെ അവരെ സ്വീകരിക്കേണ്ടതും അവരോട് പെരുമാറേണ്ടതും അഹങ്കാരം കാട്ടാതിരിക്കേണ്ടതും, നടക്കുന്ന വേളയിൽ വരെ ഭൂമിയിൽ വിനയത്തോടുകൂടിയുള്ള താഴ്മയോടുകൂടിയുള്ള നടത്തം നടക്കേണ്ടതുമാണ് എന്ന് മകനോട് മഹാനായ ലുഖ്മാൻ പഠിപ്പിക്കുന്നു. അപ്രകാരം തന്നെ ഇഖ്തിസാദ് പറയാറുണ്ടല്ലോ, ഇഖ്തിസാദ് അതാണ് നീ നിന്റെ നടത്തത്തിൽ മീഡിയം സൈസ്, വസത്ത്, വളരെ സ്പീഡ് കൂട്ടി നടക്കലല്ല, സ്പീഡ് കുറഞ്ഞ് പതുക്കെ നടക്കലല്ല. നീ നടക്കുമ്പോൾ മിതമായ രൂപത്തിൽ, ജനങ്ങളുടെ മുമ്പിൽ അഹങ്കാരത്തോടു കൂടിയുള്ള നടത്തമല്ല, വളരെ വിനയത്തോടു കൂടിയുള്ള നടത്തം നടക്കുക. നോക്കൂ, നടത്തത്തിൽ വരെ ജനങ്ങളോടുള്ള സമീപനത്തിലും ജനങ്ങൾ നിന്നെ കാണുമ്പോൾ നീ ഒരഹങ്കാരിയാണെന്ന് തോന്നാത്ത രൂപത്തിലുള്ള നടത്തമായിരിക്കണം നീ നടക്കേണ്ടത്. നിന്റെ നടത്തം കാണുമ്പോൾ ഇതൊരു അഹങ്കാരിയുടെ നടത്തമാണെന്ന് ജനങ്ങൾക്ക് തോന്നിപ്പോകരുത് എന്ന് മഹാനായ ലുഖ്മാൻ മകനോട് പഠിപ്പിക്കുകയാണ്. നീ സംസാരിക്കുമ്പോൾ പതുക്കെ സംസാരിക്കുക. ജനങ്ങളോട് ശബ്ദ കോലാലമുണ്ടാക്കിയിട്ട് എവിടെയോടോ നീ വാടോട് നീ എന്നൊക്കെ പറഞ്ഞ് ഈ ശബ്ദത്തോടു കൂടി സംസാരിക്കാറുണ്ടല്ലോ. ചില ആൾക്കാരുടെ ശബ്ദം തന്നെ വലിയ ശബ്ദമാണ്. ഈ വലിയ വെയിറ്റുള്ള, കേൾക്കുമ്പോൾ വലിയ പ്രയാസം തോന്നുന്ന രൂപത്തിലുള്ള ശബ്ദമുണ്ടല്ലോ, അങ്ങനെയുള്ള ശബ്ദക്കാരെ അവർ വീണ്ടും ഒന്നുകൂടി പൊക്കിയാൽ എന്താ സംഭവിക്കുക? ചില സ്ഥലങ്ങളിലൊക്കെ അവർ സംസാരിക്കുമ്പോൾ ജനങ്ങൾ ആസകലം തിരിഞ്ഞു പോകും, നോക്കിപ്പോകും, ശ്രദ്ധിച്ചു പോകും. അത്രയും ആ പ്രയാസത്തിലുള്ളതായ ശബ്ദം ശബ്ദിക്കുന്നവരൊക്കെ കൂട്ടത്തിലുണ്ടാവുക. നിങ്ങളുടെ കൂട്ടത്തിലല്ല, മനുഷ്യന്മാരുടെ കൂട്ടത്തിൽ. അതുകൊണ്ടാണ് മകനോട് പറയുന്നത്, മകനെ നീ പതുക്കെ സംസാരിച്ചാൽ മതി, ആവശ്യത്തിന് അനുസരിച്ചിട്ട് ശബ്ദം പൊക്കിയാൽ മതി. ആവശ്യത്തിന് അനുസരിച്ചിട്ടല്ല നീ ശബ്ദം പൊക്കുന്നതെങ്കിൽ, ആവശ്യമില്ലാതെ നിന്റെ ശബ്ദത്തെ നീ ഒരു സ്ഥലത്ത് പൊക്കുകയാണെങ്കിൽ, ശബ്ദം പൊക്കൽ കൊണ്ട് ഒരാൾക്ക് പേരെടുക്കാൻ സാധിക്കുന്നതല്ല. പേരെടുക്കാൻ ഒരാൾക്ക് ശബ്ദം പൊക്കലിലൂടെ സാധിക്കുന്നുണ്ടെങ്കിൽ അത് സാധിക്കേണ്ടത് കഴുതക്കായിരുന്നേനെ. അതുകൊണ്ട് അള്ളാഹു പറയുകയാണ് ആയത്തിന്റെ പരിപൂർണതയിൽ, ഇന്ന അൻകറൽ അസ്വാതി ലസൗതുൽ ഹമീർ, ഏറ്റവും വടക്ക് ശബ്ദം അത് കഴുതയുടെ ശബ്ദമാണ്. കഴുതയുടെ ശബ്ദമാണെങ്കിൽ വളരെ പൊക്കമുള്ള, വളരെ ദൂരെ മൈതാനത്ത് വെച്ചിട്ട്, മരുഭൂമിയിൽ വെച്ചിട്ടൊരു കഴുത ശബ്ദിച്ചാൽ അങ്ങേ അറ്റത്തേക്ക് ശബ്ദം കേൾക്കാം. അത്രയും വലിയ ശബ്ദമാണ്, മനസ്സിലായില്ലേ? അതും കേൾക്കാൻ വളരെ രസമില്ലാത്ത ശബ്ദമാണ്. ആരുടെ ശബ്ദം? കഴുതയുടെ ശബ്ദം. അപ്പോൾ ഒരാളുടെ ശബ്ദം പൊങ്ങിയത് കൊണ്ട് പെരുമയെടുക്കാൻ പറ്റുമെങ്കിൽ കഴുതക്കാണ് പെരുമയെടുക്കാൻ സാധിക്കേണ്ടത് എന്ന് പറയും പോലെ. അതുകൊണ്ട് നീ അങ്ങനെയുള്ള ശബ്ദിക്കരുത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി നസായി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിലും മറ്റു പലരും റിപ്പോർട്ട് ചെയ്തതായിട്ട് കണ്ടു. കോഴി കൂവുന്ന കേട്ടാൽ ആ സ്ഥലം അള്ളാഹുവിൻ്റെ ഫളലുള്ളത് കൊണ്ട്, ഫളലുള്ള സ്ഥലമാണത്. അഥവാ ചില റിപ്പോർട്ടുകളിൽ മലക്കുകളെ കണ്ടതുകൊണ്ട് എന്ന് കാണുന്നു. പക്ഷേ ഈ ഹദീസിൽ ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി അള്ളാഹുവിൻ്റെ ഫളല്
ലഭിക്കുന്ന അന്തരീക്ഷമാണ്, ഏരിയയാണ് കോഴി കൂകുന്നതായ സ്ഥലം. അതുപോലെ തന്നെ കഴുത ശബ്ദിക്കുന്ന ശബ്ദം കേട്ടുകഴിഞ്ഞാൽ നീ പിശാചിനെ തൊട്ട് അള്ളാഹിനോട് കാവലിനെ ചോദിക്കുക. കാരണം കഴുത പിശാചിനെ കാണുമ്പോഴാണ് പലപ്പോഴും ശബ്ദിക്കാറുള്ളത് എന്ന് നബിയുനാ മുഹമ്മദ് റസൂലുള്ളാഹി പറഞ്ഞു വരുന്നത്. ഈ മഹാനായ ലുഖ്മാൻ ആയിരങ്ങൾ വർഷങ്ങൾക്ക് മുമ്പ്, റസൂലുള്ളാഹി വരുന്നതിനും ആയിരങ്ങൾ വർഷങ്ങൾക്ക് മുമ്പ് മഹാനായ ലുഖ്മാൻ അദ്ദേഹത്തിൻ്റെ കുട്ടിക്ക് വീട്ടിൽ വെച്ചിട്ട് നടത്തിയ ക്ലാസിൻ്റെ ശൈലിയാണ് അള്ളാഹ് ഖുർആനിലൂടെ നമ്മെ കേൾപ്പിച്ചത്. അത് തന്നെ നമ്മുടെ കുട്ടികൾക്ക് നൽകേണ്ടതായ ശിക്ഷണം ഏത് രൂപത്തിലായിരിക്കണം എന്നത് പഠിക്കാൻ മതി. അതിനുവേണ്ടിയാണ് ഞാൻ ഈ ചരിത്രം ഷോർട്ടായിട്ട് നിങ്ങളോട് പറഞ്ഞത്.